കുടുംബങ്ങൾ തകർന്നു പോകുന്നു. കുടുംബങ്ങൾ വിഭജിക്കപ്പെടുന്നു. ദമ്പതികൾ വേർപിരിയുന്നു. കുട്ടികൾ ദോഷത്തിലേക്ക് പോകുന്നു. വാക്ക് കേൾക്കാതെ ശാപഭാഗ്യങ്ങൾ അനുഭവിക്കുന്നു. ജോലികൾ ഇല്ല. വിവാഹങ്ങൾ നടക്കുന്നില്ല. യുവാക്കൾ തെറ്റായ വഴിയിൽ പോകുന്നു. കേടായ ലഹരികൾക്ക് അടിമകളാകുന്നു. സാത്താൻ കുട്ടികളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപൂർവ മരണങ്ങൾ, അപകടങ്ങൾ, മദ്യപാനം, അശ്ലീലത, മാതാപിതാക്കളുടെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടുന്നു. അപകടകരമായ ദിവസങ്ങൾ, അവസാന കാലങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പരിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നു. നാം യേശുക്രിസ്തുവിൻ്റെ കുട്ടികളായി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കുടുംബങ്ങളെ ശരിയാക്കാൻ നമുക്ക് കഴിയുമോ? പുറത്തേക്കുള്ള വഴി എന്താണ്? ഈ ഉത്തരവാദിത്വം സഭകൾക്കുണ്ട്. സഭ എന്നത് വെറും ഞായറാഴ്ച ആരാധന മാത്രമല്ല. മലയാളം അക്ഷരമാലയിലെ ഒരു പ്രധാനപ്പെട്ട അക്ഷരമാണ് ച. ഇത് മലയാള ഭാഷയുടെ എഴുത്ത് രൂപത്തിൽ വളരെ സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. ഈ അക്ഷരത്തിന് ചരിത്രപരമായും ഭാഷാപരമായും വലിയ പ്രാധാന്യമുണ്ട്. ച എന്ന അക്ഷരം പല വാക്കുകളിലും പദങ്ങളിലും ഒരു പ്രധാന ഘടകമായി വരുന്നു. ഇത് മലയാളം വാക്കുകളുടെ ഉച്ചാരണത്തിലും അർത്ഥത്തിലും നിർണായകമായ പങ്ക് വഹിക്കുന്നു. മലയാളം അക്ഷരമാലയിലെ വ്യഞ്ജനാക്ഷരങ്ങളിൽ ഒന്നായ ഇത് ശരിയായ രീതിയിൽ ഉച്ചരിക്കേണ്ടത് ഭാഷയുടെ വ്യക്തതയ്ക്ക് അത്യാവശ്യമാണ്. മലയാളം എഴുതാനും വായിക്കാനും പഠിക്കുന്നവർക്ക് ച എന്ന അക്ഷരത്തെ